ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. എൻട്രൻസിന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഫാക്കൽറ്റിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. ബോർഡ് എക്സാമിനോ അതല്ല വളരെ സീരിയസ് ആയിട്ട് JEE കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് ഞാൻ വെൽക്കം ചെയ്യും. നമുക്ക് 2026 +1 ബോർഡ് എക്സാം ഉണ്ട് ഫോർ സ്റ്റേറ്റ് സിലബസ്. ഇനി അതല്ല നിങ്ങൾ CBSE ICSE സിലബസ് പഠിക്കുന്നവരായിക്കോട്ടെ, എന്തായാലും നിങ്ങൾ JEE NTA പോലത്തെ അല്ലെങ്കിൽ QET പോലത്തെ ICER പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഉപകാരപ്പെടും. നമ്മുടെ ഈ കോൺസെപ്റ്റ് തന്നെ ഈ ഒരു ക്ലാസ്സിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് എന്താ? കോൺസെപ്റ്റ് ഹാക്ക് ഇൻ 10 മിനിറ്റ്സ് എന്നാണ്. അതായത് വീഡിയോയുടെ മാക്സിമം ലെങ്ത് ഒരു 10 മിനിറ്റിനകത്ത് നിർത്തി കോൺസെപ്റ്റ് ഡെലിവർ ചെയ്യുക. ഓരോ വീഡിയോയിലൂടെയും ഓരോ കോൺസെപ്റ്റ് ആയിരിക്കും ഡെലിവർ ചെയ്യുന്നത്. ഞാൻ മുൻകൂട്ടി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ വീഡിയോ ചിലപ്പോൾ 10 മിനിറ്റിനേക്കാൾ ചെറുതായിട്ടൊന്ന് മുമ്പോട്ട് പോകും. വേറൊന്നുമല്ല, ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്, ഇൻട്രൊഡക്ഷണൽ ക്ലാസ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതൂടെ നിങ്ങളോടൊന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന ടോപ്പിക്ക് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന +1 നിങ്ങളുടെ ടോപ്പിക്കാണ്. അപ്പൊ അതിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് റെസ്റ്റ് ആൻഡ് മോഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. അപ്പൊ തൊട്ടടുത്ത വീഡിയോ ഫിസിക്സിൽ വരുമ്പോൾ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിന്റെ കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചതിന് ശേഷം ആ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിന്റെ ബോർഡ് എക്സാം, നീറ്റ്, JEE, QET, കീം കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഫോർ യുവർ ബോർഡ് എക്സാം പ്രിപ്പറേഷൻ തന്നെ ആയിരിക്കും. ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെ എൻട്രൻസിന്റെ കോൺസെപ്റ്റ് കൂടി നമ്മൾ അതിൽ ആ ക്വസ്റ്റ്യൻ സീരീസിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിന് ശേഷം അതിന്റെ പ്രോബ്ലം ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. അപ്പൊ സ്പീഡ് പഠിക്കും, ആവറേജ് സ്പീഡ് പഠിക്കും, അത് കഴിഞ്ഞ് അതിന്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് വെലോസിറ്റിയിലേക്ക് എത്തും, അത് കഴിഞ്ഞ് അതിന്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് ആക്സലറേഷനിലേക്ക് എത്തും, അതിന്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. അതായത് ഒരു വീഡിയോയിൽ ഒരു കോൺസെപ്റ്റ്, അടുത്ത വീഡിയോയിൽ അതിന്റെ പ്രോബ്ലം, ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒരു 10-30 വീഡിയോ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിക്കുന്ന JEE കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് കൺസെപ്റ്റുകളെല്ലാം നമ്മൾ കവർ ചെയ്യാനാണ് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല, ഇത് നിങ്ങൾക്ക് ഇൻ ഡെപ്ത് പഠിക്കണം, ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം, ഇൻ ഡെപ്ത് കോൺസെപ്റ്റുകൾ പഠിച്ചേ മതിയാവും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്. ഓഫ്ലൈൻ ബാച്ച് എറണാകുളം കലൂരാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ജോയിൻ ചെയ്യാം. ഓഫ്ലൈൻ ബാച്ച് ഒരു 30 സീറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ടോട്ടൽ സീറ്റ് 48 ആണ്. അതിൽ 18 സീറ്റ് ഇപ്പോൾ ഓൾറെഡി ഫിൽഡ് ആയി. ഇനി ഒരു 30 സീറ്റ് കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിൽ ഈസി ആയിട്ട് എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. യെസ്, അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് യൂട്യൂബ് വഴിയും പഠിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സംഭവം വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പം ഫിസിക്സിന്റെ ക്ലാസ് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് മാത്സ് വരും, കെമിസ്ട്രി വരും. കണ്ടിന്യൂസ് ആയിട്ട് ഈ സബ്ജക്റ്റുകൾ നിങ്ങളെ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ട് മനസ്സിലായില്ലയോ, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് വേണോ വേണ്ടായോ, എങ്ങനെ വേണം, സ്പീഡ് കൂടുതലാണോ കുറവാണോ, വാട്ട് എവർ ഇറ്റ് ഈസ് യുവർ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മക്കളെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തിട്ടു, ചിലപ്പോൾ ഇത് നമ്മൾ ഇന്ന് തുടങ്ങുന്ന പുതിയൊരു സീരീസ് ആണ്. അപ്പൊ ചിലപ്പോൾ 10 പേരോ 20 പേരോ 50 പേരോ കാണത്തുള്ളായിരിക്കാം മേ ബി. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ എത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂടും, നിങ്ങളുടെ കമന്റും കൂടുന്നതിനനുസരിച്ച് വ്യൂവേഴ്സ് കൂടിക്കൊണ്ടിരിക്കും. വ്യൂവേഴ്സ് കൂടുമ്പോൾ ഉള്ള ഗുണം, ഞങ്ങളുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സോ വ്യൂവേഴ്സോ കൂടാൻ ആഗ്രഹത്തെക്കാൾ ഉപരി ആ വ്യൂവർഷിപ്പ് കാണുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ 2026 നിങ്ങളുടെ ബോർഡ് എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നിടം വരെ കംപ്ലീറ്റ് ചാപ്റ്റർ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ റെസ്റ്റ് ആൻഡ് മോഷൻ എന്ന് പറഞ്ഞ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്കൊന്ന് നോക്കി വരാം. വാട്ട് യു മീൻ ബൈ ആൻ ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്? സിംപ്ലി ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഞാൻ റെസ്റ്റിലാണ് എന്ന് വെച്ചാൽ എനിക്ക് ഈസി ആയിട്ട് പറയാം ഞാൻ അനങ്ങുന്നില്ല, അല്ലെ? ഒരു ബോഡി റെസ്റ്റിലാണെന്ന് വെച്ചാൽ ഞാൻ അനങ്ങുന്നില്ല. വിച്ച് മീൻസ് ദാറ്റ് ബൈ ഫിസിക്സ് എന്റെ പൊസിഷന് ചേഞ്ച് ഇല്ല, അല്ലെ? അപ്പൊ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷന് ചേഞ്ച് ഇല്ലെങ്കിൽ ആ ബോഡി എന്തിലാന്ന് പറയാം? റെസ്റ്റിലാന്ന് പറയാം. പക്ഷെ
ഫിസിക്സ് പഠിക്കുന്ന +1 ബോർഡ് എക്സാം എഴുതാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, എൻട്രൻസിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി ഒരു കാരണവശാലും ഇത്രയും മാത്രം സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ പോരാ. നമ്മുടെ പൊസിഷൻ മാറുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഒബ്വിയസ്ലി മാറുന്ന ഒരാളുണ്ട്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ആരാ പറഞ്ഞു? ടൈമാണ്, അല്ലേ? ടൈം എന്തായാലും ചേഞ്ച് ചെയ്യും. ടൈം മാറുന്നു, പൊസിഷൻ മാറുന്നില്ല. അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ വാട്ട് യു മീൻ ബൈ ആൻ ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്താ? If a body at rest, which means that its position does not change with respect to time. ടൈം മാറുന്നതിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറുന്നില്ലെങ്കിൽ ആ ബോഡി റെസ്റ്റിലാണെന്ന് പറയാം. കുറച്ചുകൂടെ കൂട്ടിച്ചേർത്താൽ ഇങ്ങനെ പറയാം, എ ബോഡി cannot change its position with respect to time or surroundings, with respect to time relative to surroundings, അല്ലെങ്കിൽ with respect to time related to our surroundings, അങ്ങനെ തന്നെ പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, ടൈം മാറുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റെസ്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതെന്താണെന്നുള്ള ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ബോയ് റെസ്റ്റിലാണ്, അവൻ വെറുതെ അവിടെ നിൽക്കുന്നു. സിമ്പിൾ കോൺസെപ്റ്റ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് വരാം, ബോഡി ഇൻ മോഷൻ. ഒരു ബോഡി മോഷനിലാണെന്ന് വെച്ചാൽ എന്താ? ടൈം എന്തായാലും മാറുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ആ സറൗണ്ടിങ്സിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ വീക്ഷിക്കുന്നത്. പക്ഷെ എന്ത് മാറുന്നുണ്ട്? അയാളുടെ പൊസിഷൻ മാറുന്നുണ്ട്. അയാളുടെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ്. പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ഓർ സറൗണ്ടിങ്സ്. സമയം മാറുന്നതിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോഡി മോഷനിലാണെന്ന് പറയാം. ഇപ്പൊ റൈറ്റ് നൗ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ ഞാൻ നിൽക്കുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ടൊക്കെ വേണം കൺസിഡർ ചെയ്യും. ഇവിടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾക്ക് വരയ്ക്കാം. ഇത് എക്സ് ആക്സിസ് ആണെന്നും ഞാൻ നിൽക്കുന്ന ഈ ഹൈറ്റിനനുസരിച്ച് വൈ ആക്സിസ് ആണെന്നും, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒറിജിനൽ ആണെന്നും പറയാം. ഞാൻ ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു, അപ്പൊ എന്റെ പൊസിഷൻ മാറി. ഞാൻ ഇവിടുന്ന് കുറച്ചുകൂടെ നടന്നു, ദേ എന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. ടൈം മാറുന്നതിനനുസരിച്ച് ഒരു ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോഡി മോഷനിലാണെന്ന് പറയാം. അപ്പം വാട്ട് യു മീൻ ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ? പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം റിലേറ്റീവ് ടു, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്സ്. സിമ്പിൾ ആയിട്ട് പറയാം. ഡെഫിനിഷൻ ഒക്കെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ചെക്കൻ ഓടുന്നു എന്ന് പറഞ്ഞാൽ 3 മീറ്റർ പെർ സെക്കൻഡ്. പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 3 മീറ്റർ ദൂരം കടക്കും. ദാറ്റ്സ് ഓൾ. ക്ലിയർ? അതായത് ഇപ്പൊ നമുക്കൊരു ഗ്രാഫ് പോലെ ചുമ്മാതെ കൺസിഡർ ചെയ്താൽ, ഗ്രാഫൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഗ്രാഫൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. ഞാൻ XY ആക്സിസ് വരയ്ക്കുന്നു. ഈ പോയിന്റിനെ ഞാൻ ഒറിജിൻ ആയിട്ട് വിളിക്കുന്നു. നമ്മുടെ പയ്യൻസ് ഇവിടെ നിൽക്കുകയാണെന്ന് ഇമാജിൻ ചെയ്തോളൂ. ചെക്കൻ ഓടുന്നു വിത്ത് എ സ്പീഡ് 3 മീറ്റർ പെർ സെക്കൻഡ്, വിച്ച് മീൻസ് ദാറ്റ് ഇത് 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്. അപ്പൊ ഇത് 3 മീറ്റർ ആണെങ്കിൽ ഒരു സെക്കൻഡ് കഴിയുമ്പം പയ്യൻ ദേ ഇവിടെ വന്ന് നിൽക്കും. ഹായ്. ഒരു സെക്കൻഡ് കഴിയുമ്പം ഇവിടെ നിന്ന ചെക്കൻ ഓടി ഇവിടെ. അതാണ് ഉദ്ദേശിക്കുന്നത്. അവന്റെ സ്പീഡ് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യം. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയാം മക്കളെ. നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയായിക്കോട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയായിക്കോട്ടെ, ഇനി നിങ്ങൾ എന്ത് തരം എക്സാമിന് വേണ്ടി പണിയെടുത്താലും നിങ്ങളുടെ ബേസ്, നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് NCERT ആണ്. നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് NCERT ആണ്. ഇതാണ് ഈ സീരീസിലൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഔട്ട് ഓഫ് NCERT ഒരു കോൺസെപ്റ്റ് നമ്മൾ ഈ സീരീസിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓൺലി യുവർ NCERT. സോ എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെടണം. എല്ലാവർക്കും ഉപകാരപ്പെടും. 100% ഉറപ്പ് തരാം. പഠിപ്പിക്കുന്ന എല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും. 10 വർഷക്കാലം ഈ ഫീൽഡിൽ നിന്ന് പണിയെടുത്ത മുഴുവൻ അറിവുകളും ഈ വീഡിയോ ക്ലാസ്സിൽ ഉപയോഗിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ട്, വളരെ സ്വപ്നതുല്യമായി നിങ്ങളുടെ കൂടെ നിന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ഈ വീഡിയോ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി. അത്ര കോൺഫിഡൻസിൽ പറയാനുള്ള കാരണം പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം പഠിപ്പിക്കുന്നത് ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ ഇരുന്ന് പഠിക്കാം. യെസ്. അപ്പൊ നമുക്ക് ഒരു കോൺസെപ്റ്റിലൂടെ പെട്ടെന്നൊന്ന് മനസ്സിലാക്കി വരാം. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വരാം മക്കളെ. റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. അപ്പൊ നിങ്ങൾ ഈ ഡെഫിനിഷൻ ആയിട്ടൊന്നും കാണാൻ പഠിച്ചു വെക്കുകയൊന്നും വേണ്ട. ഇത്രേ ഉള്ളൂ. റെസ്റ്റും മോഷനും റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധമുണ്ടെന്നാണ് അർത്ഥം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ.
ഈ കുട്ടി റെസ്റ്റിലാണോ? ഇവൻ റെസ്റ്റിലാണോ? ഇവൻ റെസ്റ്റിലാണോ എന്ന് ഞാൻ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ മോഷനിലാണോ എന്ന് ഞാൻ പറയണമെങ്കിൽ, ഞാൻ നിൽക്കുന്ന സ്ഥലം ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നൊക്കെ പറയും. ഇൻ ഡെപ്ത് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. ഇപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം പറയാം. അപ്പൊ ഇവൻ റെസ്റ്റിലാണോ ഇവൻ മോഷനിലാണോ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എടുക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇവിടെ ഒരു ബോയ് ഉണ്ട്, ഇവിടെ ഒരു ഒരു ബോയ് റൺ ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു കാർ ഉണ്ട്. അപ്പൊ ഈ കാറിൽ ഒരു ഒബ്സർവർ ഉണ്ടെന്ന് നിങ്ങൾ ചുമ്മാ ഇമാജിൻ ചെയ്യും. ഈ കാറിൽ ഒരു ഒബ്സർവർ ഉണ്ടെന്ന് വിചാരിച്ചു, ജസ്റ്റ് ഇമാജിൻ ചെയ്യും. ഞാൻ ഈ ബോയ് എ ആണ്, ഇത് ബോയ് ബി ആണ്, ഇതൊരു ഒബ്സർവർ ഉണ്ട്, നമുക്ക് സി എന്ന് വിളിക്കാം. നിങ്ങളോടാണ് എന്റെ ചോദ്യം. ഈ കുട്ടി നോക്കുമ്പോൾ, ബോയ് എ നോക്കുമ്പോൾ ബോയ് സി മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് ആലോചിച്ച് നോക്കി. ഈ ബോയ് നോക്കുമ്പോൾ ഇവൻ ഒബ്സർവർ സി മോഷനിലാണോ റെസ്റ്റിലാണോ? മോഷനിലാണ്. കാരണം എന്താ? അവനും 3 മീറ്റർ/സെക്കൻഡ് സ്പീഡുള്ള കാറിന്റെ മുകളിലാണ് അവൻ ഇരിക്കുന്നത്. ഈ ബോയ് എ റെസ്റ്റിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ബോയ് എ റെസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. റെസ്റ്റ് ഇൻ പീസ്, റെസ്റ്റിൽ അവൻ അവിടെ നിൽക്കുകയാണ്. അവൻ നോക്കുമ്പോ ആ ചെക്കൻ കാറിന്റെ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ ബോയ് എ വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ബോയ് സി മോഷനിലാണെന്ന് മനസ്സിലായി. ക്ലിയർ? അപ്പൊ ഇവൻ മോഷനിലാണ്, കാരണം അവന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഇനി നിങ്ങൾ ഈ ബോയ് വെച്ചിട്ട് ഇവനെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിക്കേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ബോയ് ബി നോക്കുമ്പോൾ ബോയ് സി റെസ്റ്റിലാണ്. അതെന്താ അങ്ങനെ? ബോയ് സി ഇരിക്കുന്നത് എവിടെയാ? കാറിന്റെ മുകളിലാണ്. കാറിന്റെ സ്പീഡ് എത്രയാ? 3 മീറ്റർ/സെക്കൻഡ് ആണ്. ഇവനും അതേ സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവനും 3 മീറ്റർ/സെക്കൻഡ് സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി 0 ആവും. ഇപ്പൊ നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട. റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട. അത് പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, നമുക്കൊരു എക്സാമ്പിൾ അതിൽ നിന്നൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ സെഷൻ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ട്രെയിനകത്തിരിക്കുന്നു. നിങ്ങളുടെ ഒരു റിലേറ്റീവ് അല്ല വേണ്ട, നിങ്ങളുടെ ഒരു ഫ്രണ്ടും ട്രെയിനകത്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ 2 ഫ്രണ്ട്സ് ട്രെയിനകത്തിരിക്കുകയാണ്. ട്രെയിൻ ഇങ്ങനെ ട്രാക്കിൽ പ്ലാറ്റ്ഫോമിന്റെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുക. നിങ്ങളെ നോക്കി പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുക. ഇപ്പൊ നമ്മൾ എല്ലാവരും റെസ്റ്റിലാണ് കേട്ടോ. ട്രെയിൻ വിസിൽ ബ്ലോ ചെയ്ത് ട്രെയിൻ അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ആലോചിക്കുക, ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ട്രെയിനകത്താണ്, നിങ്ങളുടെ ഫ്രണ്ട് ട്രെയിനകത്താണ്, ഞാൻ പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി എന്ന് ഇമാജിൻ ചെയ്യും. ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് മോഷനിലാണോ റെസ്റ്റിലാണോ? ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് മോഷനിലാണ്. കാരണം എന്താ? ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി, ഞാൻ ട്രെയിനകത്തല്ല, ഞാൻ പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ ഞാൻ നിൽക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് പ്ലാറ്റ്ഫോം ആണ്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആണ്. സിംപ്ലി ഒബ്സർവർ നിൽക്കുന്ന സ്ഥലം അത്ര ഓർത്താൽ മതി. ഇപ്പൊ ഞാൻ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്, ട്രെയിൻ മോഷനിലാണ്. ഞാൻ നോക്കുമ്പം ട്രെയിനിന്റെ കൂടെ നിങ്ങളും പോകുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് മൂവ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മോഷനിലാണ്. പക്ഷെ നിങ്ങൾ പരസ്പരം ഒന്ന് നോക്കിക്കേ. നിങ്ങൾ പരസ്പരം നോക്കുമ്പോൾ നിങ്ങൾ റെസ്റ്റിലാണ് അല്ലെ? നിങ്ങൾ രണ്ടുപേരും ട്രെയിനകത്ത് ഇരിക്കുകയല്ലേ? നിങ്ങൾ റെസ്റ്റിലാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലേ? വൈ? കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ട്രെയിനിന്റെ സെയിം സ്പീഡാണുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും സെയിം സ്പീഡാണുള്ളത്. അതുകൊണ്ടാണ് ഇവര് റെസ്റ്റിലാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് ടു ദാറ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഞാൻ പ്ലാറ്റ്ഫോം ആകുന്ന, ഗ്രൗണ്ട് ആകുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നിങ്ങളെ നോക്കിയപ്പോൾ നിങ്ങൾ മോഷനിലാണെന്ന് എനിക്ക് തോന്നുകയും, എന്നാൽ നിങ്ങൾ പരസ്പരം സെയിം ട്രെയിൻ ആകുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കിയപ്പോൾ നിങ്ങൾ റെസ്റ്റിലാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അറ്റേ ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ മോഷനിലാണ്, നിങ്ങൾ പരസ്പരം നോക്കിയപ്പോൾ നിങ്ങൾ റെസ്റ്റിലുമാണെന്ന് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇതുകൊണ്ടാണ് അതിനെ റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നമ്മൾ പോകെ പഠിക്കും. അടുത്ത ക്ലാസ്സിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റുമായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ എത്തുന്നതാണ്. അടിപൊളിയായിട്ട് പഠിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് പഠിക്കും. ഇത് വെറും വാക്കല്ല, നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you so much.